എനിക്ക് മത്തിയെ എൻ്റെ ജീവിതത്തിലാണ് നിങ്ങൾ കയറി കൊത്തിയത്. എൻ്റെ ജീവിതത്തിലാണ്. എന്നിൽ ഒരു വ്യക്തിയുണ്ട്. വ്യക്തിയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കുടുംബസ്ഥൻ, ഭർത്താവ്, അച്ഛൻ, മകൻ, അങ്ങനെ പല ബന്ധങ്ങളുണ്ട് എനിക്ക്. അതിനെല്ലാം ഹനിക്കുന്ന രീതിയിലാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട്. എവിടെ മുതൽ നിങ്ങളത് തുടങ്ങി? കിരീടം, കലാമണ്ഡലം ഗോപിയാശാൻ, RLV രാമകൃഷ്ണൻ, എവിടെയൊക്കെ നിങ്ങൾ കയറി? അതിന് ഞാൻ എന്ത് പാപം? അതുകൊണ്ടല്ല ഇന്നിപ്പോ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഈ വോട്ട് എവിടെ രാജ്യത്ത് എവിടെ നിന്ന് വോട്ട് ചേർത്താലും കുഴപ്പമില്ല. കേന്ദ്രമന്ത്രിയും തൃശൂർ MP-യുമായ സുരേഷ് ഗോപിയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹത്തെ ഈ രൂപത്തിൽ പ്രേക്ഷകർ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാകില്ല. അദ്ദേഹം നെഞ്ചിൽ കുരിശുമാലയണിഞ്ഞ് നടന്നു പോകുന്ന, തമ്പ്രാനെ പോലെ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ, മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറുന്ന ദൃശ്യങ്ങൾ, മാധ്യമപ്രവർത്തകരോട് രോഷത്തോടെ സംസാരിക്കുന്ന, വിരൽ ചൂണ്ടി സംസാരിക്കുന്ന ദൃശ്യങ്ങൾ, ഇതൊക്കെയാണ് പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാകുക. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു സുരേഷ് ഗോപിയാണ് നാം ഇപ്പോൾ കാണുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? നേരത്തെ കമ്മീഷണർ എന്ന സിനിമയിലെ ഭരത്ചന്ദ്രൻ IPS എന്ന കഥാപാത്രം, ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സുരേഷ് ഗോപിയായിരുന്നു. അതിൽ നിന്ന് സുരേഷ് ഗോപി മോചിതനായിരുന്നില്ല. ഇപ്പോഴും ഭരത്ചന്ദ്രൻ IPS ആയി നടക്കാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ തന്നെ പറഞ്ഞിരുന്നു. പടമിറങ്ങി എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷവും IPS-ന്റെ ഒരു തൊപ്പി, വാടകയ്ക്കെടുത്ത തൊപ്പി കാറിൽ വെച്ച് യാത്ര ചെയ്യുന്ന സുരേഷ് ഗോപിയെ കണ്ടിട്ടുണ്ട് എന്ന് വരെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ പിന്നീട് ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അത്രമാത്രം ഈ ഭരത്ചന്ദ്രൻ IPS എന്ന കഥാപാത്രം അദ്ദേഹത്തിൽ ആവേശിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ പ്രകടനം തെരുവിൽ അദ്ദേഹം കാട്ടിക്കൂട്ടിയിട്ടുമുണ്ട്. അതെല്ലാം ട്രോളായും പിന്നീട് വളരെ തമാശയായും പൊട്ടംകളി കളിക്കുകയാണ് എന്ന രൂപത്തിലൊക്കെ നാം എത്രയോ വട്ടം കാണുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ആ സുരേഷ് ഗോപിയെ നമുക്ക് കാണാനില്ല. സുരേഷ് ഗോപി വളരെ പാവമായി, പഞ്ചപാപമായി മാധ്യമപ്രവർത്തകരോട് ഉപദ്രവിക്കരുത്, ദ്രോഹിക്കരുത്, ആരോടും പരിഭവമില്ല, ആർക്കെതിരെയും ഞാനൊരു വാക്ക് പറയില്ല, എൻ്റെ ജീവിതത്തിൽ കയറി കളിക്കരുതേ, നിങ്ങളെന്തിനാണ് എൻ്റെ ജീവിതത്തിൽ കയറി കളിക്കുന്നത്, ഞാൻ അച്ഛനാണ്, നടനാണ്, MP-യാണ്, ഭർത്താവാണ് എന്നൊക്കെയാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും അയ്യോ പാവം സുരേഷ് ഗോപി എന്ന്. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു അഭിനയം കാഴ്ചവെക്കുന്നത്? കാരണം അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചാൽ അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയില്ല. നേരത്തെ മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു സുരേഷ് ഗോപി ചെയ്തിരുന്നത്. ദില്ലിയിലും അതിനുശേഷം കേരളത്തിലും നാം അത് കണ്ടതാണ്. എന്നാൽ ഇന്ന് ഓടി രക്ഷപ്പെടാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം ഇത്തരമൊരു നാടകം കളിച്ചു പഞ്ചപാവമാകുക, അങ്ങനെ അഭിനയിക്കുക, അതായിരിക്കും നല്ലത് എന്ന്. അതിനാണ് അദ്ദേഹം ഈ രൂപത്തിൽ ചില വാചകങ്ങൾ ഒക്കെ പറഞ്ഞ് മാധ്യമപ്രവർത്തകരിൽ നിന്ന് രക്ഷപ്പെട്ടത്. കാതലായ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല സുരേഷ് ഗോപിക്ക്. കള്ളവോട്ട് കൊണ്ടാണോ MP ആയത്? കള്ളവോട്ട് നേടിയാണോ MP ആയത്? താങ്കൾ മത്സരിച്ച ഘട്ടത്തിൽ BJP തൃശൂർ മണ്ഡലത്തിൽ കള്ളവോട്ട് ചേർത്തിരുന്നോ? 50,000-ഓളം കള്ളവോട്ടിന്റെ ഫലത്തിലല്ലേ താങ്കൾ MP ആയിരിക്കുന്നത്? താങ്കളും കള്ളവോട്ട് ചെയ്തില്ലേ? താങ്കളുടെ ഡ്രൈവർ കള്ളവോട്ട് ചെയ്തില്ലേ? താങ്കളുടെ കുടുംബാംഗങ്ങൾ കള്ളവോട്ട് ചെയ്തില്ലേ? ഈ ചോദ്യമാണ് സുരേഷ് ഗോപിയോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത്. അതിന് മറുപടി പറയാതെയാണ് അദ്ദേഹം ഈ നാടകം കളിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതൊക്കെ താൽക്കാലികമായി രക്ഷപ്പെടാം എന്നതേയുള്ളൂ. ആത്യന്തികമായി ഇതെല്ലാം സുരേഷ് ഗോപിക്ക് വിനയായി വരും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മറുപടി.